സമംഗളം സമാപിച്ചു. എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ നമുക്ക് അവശ്യം പാലിക്കാനുള്ള കർത്തവ്യം അവനവൻ്റെ മുഖ്യ ധർമ്മമാണ്. നമുക്കെല്ലാവർക്കും മുഖ്യധർമ്മം മാത്രമല്ല, ഗൗണധർമ്മങ്ങളുണ്ട്. മുഖ്യധർമ്മം അവശ്യം ചെയ്യേണ്ടതും ഗൗണധർമ്മം വന്നു ചേരുമ്പോൾ ചെയ്യേണ്ടതുമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അമ്മയും അച്ഛനുമുണ്ട്. അതുകൊണ്ട് എൻ്റെ മുഖ്യധർമ്മം അമ്മയെയും അച്ഛനെയും ശുശ്രൂഷിക്കുക എന്നതാണ്. എന്നാൽ ഞാൻ വിവാഹം കഴിച്ചു, എനിക്ക് പത്നി വന്നു ചേർന്നു. അച്ഛനും അമ്മയെയും മുഖ്യധർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഗൗണധർമ്മത്തെയും പരിപാലിക്കണം. എങ്ങനെ അച്ഛനെയും അമ്മയെയും പരിപാലിക്കുക എന്ന മുഖ്യധർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഗൗണധർമ്മത്തെയും പരിപാലിക്കണം. മനസ്സിലായല്ലോ? മുഖ്യധർമ്മം അച്ഛനോടും അമ്മയോടുമാണ്. ബാക്കി വന്നു ചേരുന്നതെല്ലാം ഗൗണധർമ്മമാണ്. അല്ലാതെ അച്ഛനെയും അമ്മയെയും ശുശ്രൂഷിക്കുക എന്നത് മറന്ന് ഗൗണധർമ്മം പാലിക്കപ്പെട്ടാൽ സ്വാഭാവികമായും പ്രായശ്ചിത്ത ധർമ്മം ചെയ്യേണ്ടി വരും. പ്രായശ്ചിത്തം ചെയ്യരുതാത്തത് ചെയ്താലും ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാലും ഉണ്ടാകുന്നതാണ്. അപ്പൊ അവശ്യ കർത്തവ്യമാണ്, മുഖ്യധർമ്മമാണ് അച്ഛനമ്മമാരോടുള്ള ധർമ്മം. അത് നമ്മൾ ഏറ്റവും നന്നായി ചെയ്യണം. ഇതുപോലെ തൻ്റെ ജീവിതത്തിൽ മുഖ്യധർമ്മം ഏറ്റവും നന്നായി ചെയ്യാനാണ് ശ്രീരാമചന്ദ്രന്റെ പട്ടാഭിഷേകം നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് രാമപട്ടാഭിഷേകത്തിന്റെ മുഖ്യധർമ്മത്തെ നാം നന്നായി സ്വീകരിക്കുക. സ്വജീവിതത്തിൽ നന്നായി പരിപാലിക്കാൻ ശ്രമിക്കുക. നമ്മുടെ മുഖ്യധർമ്മം ശോഭനമായിരിക്കട്ടെ. വന്നു ചേരുന്ന ഗൗണധർമ്മങ്ങൾ ധാരാളം. സഹോദരി ഉണ്ടാകും, സഹോദരിയോടുള്ള ധർമ്മം ഗൗണമാണ്. ജോലി ഉണ്ടാകും, ജോലി ഗൗണമാണ്. അച്ഛനമ്മമാരാണ് മുഖ്യം. ഇനി അവരുടെ കാലം കഴിഞ്ഞാൽ നമുക്ക് ഭാര്യയുണ്ട്, പത്നി ധർമ്മമാണ് മുഖ്യം. അത് കഴിഞ്ഞിട്ടേ മക്കളോടുള്ള ധർമ്മമൊക്കെ ഉള്ളൂ. എന്നാൽ അതും ഏറ്റവും നന്നായി ചെയ്യുമ്പോൾ എല്ലാ ധർമ്മവും ഒരുപോലെ ചെയ്യാം. ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് ചെയ്യാം എന്ന് വിചാരിച്ചാൽ അബദ്ധം പറ്റും. നമ്മൾ സൈക്കിള് സ്റ്റാൻഡിലിട്ട് ചവിട്ടുന്നത് പോലെയായിരിക്കും, മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ധർമ്മവും ഒരുപോലെ നല്ല പോലെ ചെയ്യണം. സൈക്കിൾ ചവിട്ടുമ്പോൾ പെഡല് കറക്കിയാൽ മാത്രം പോരാ, ബെല്ലടിക്കണം, ബ്രേക്ക് പിടിക്കണം, വേഗത്തിൽ പോകുന്നിടത്ത് വേഗത്തിൽ പോകണം. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപോലെ ഗൃഹസ്ഥാശ്രമം എന്ന ആ വാഹനം നന്നായി മുന്നോട്ട് പോകും. ഞാൻ ഒന്ന് മാത്രമേ ചെയ്യുള്ളൂ, അതെന്താ? ഞാനിങ്ങനെ പെഡൽ ഇങ്ങനെ കറക്കും, ബ്രേക്ക് പിടിക്കില്ലേ? ഇല്ല. അപ്പോൾ നിങ്ങൾ വലിയ നിലയിലെത്തും. ഏതാ വലിയ നില? മെഡിക്കൽ കോളേജ്, അതാണ് വലിയ നില. കാരണം എല്ലാം ഒരുപോലെ ചെയ്യണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും മുഖ്യധർമ്മം വന്നു ചേരുന്ന ഗൗണധർമ്മങ്ങൾ ഓരോന്നും വിധിയാവണ്ണം ഏറ്റവും നന്നായി ചെയ്യും. ഇത്രയും ചെയ്താൽ ധർമ്മപാലനമായി. ഇതാണ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഇതാണ് ആരംഭത്തിൽ പറയാനുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ബാലകാണ്ഡത്തിൽ നമ്മൾ അഹല്യാമോക്ഷം കൊടുത്ത് മിഥിലയിലേക്ക് ശ്രീരാമചന്ദ്രനും വിശ്വാമിത്രനും വന്നു ചേർന്നു. അവർ ചെന്ന് ചേരുന്ന ഇടങ്ങൾ വാൽമീകി വർണ്ണിക്കുന്നത് വലിയ യജ്ഞം നടക്കുന്ന ഇടമാണ്. അവിടെ വലിയ യജ്ഞം നടക്കുന്ന ഒരു ഇടത്തേക്ക് ഈശാന കോണിലൂടെയാണ് വിശ്വാമിത്രൻ കയറിയത്. അപ്പൊ വിശ്വാമിത്രൻ ജ്യോതിശാസ്ത്ര പാരംഗതനാണ്. അതുകൊണ്ട് തന്നെ വാസ്തു നിയമങ്ങളും അറിയാം, ഏതിലൂടെ കയറണമെന്നും അറിയാം. നമ്മുടെ വീടുകളിൽ കയറാൻ നമ്മൾ കൃത്യമായി വഴിയുണ്ടാക്കിയത് കൊണ്ട് വാസ്തുവൊന്നും വേണ്ട.
അടുക്കള കൂടി പോകേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ട് വാസ്തു അനുസരിച്ച് പണിത് വെച്ച വീട്ടിൽ വിധിയാവണ്ണം നമ്മൾ കയറുന്നത് പോലെ ഇവിടെ പ്രത്യേക വഴിയൊന്നുമില്ല, യജ്ഞം നടക്കുകയാണ്. അതുകൊണ്ട് വിശ്വാമിത്രൻ അറിയാം ഞാൻ ഏതിലൂടെയാണ് കടന്നു പോകേണ്ടത്. അങ്ങനെ ഈശാന കോണിലൂടെ യജ്ഞവാടത്തിലേക്ക് കയറി. വിശ്വാമിത്രൻ വന്നു എന്ന് ജനകൻ അറിഞ്ഞു. ജനകൻ ഉടനെ ശതാനന്ദൻ ആരാന്ന് നമ്മൾ പഠിച്ചു. അഹല്യ മാതാവിന്റെ ദേവിയുടെ മകനാണ്, പൊന്നോമന പുത്രൻ. അപ്പോൾ ആ മകൻ ആ ശതാനന്ദനെ മുൻനിർത്തി വേഗം വിശ്വാമിത്രനെ സ്വീകരിക്കാൻ ജനകൻ ഓടിയെത്തി. എല്ലാ പൂജകളും ചെയ്തു. പൂജകളെല്ലാം ചെയ്തു കഴിഞ്ഞ് അപ്പോഴാണ് ജനകൻ കൂടെയുള്ള തേജസ്വികളായ 2 യുവാക്കന്മാരെ ശ്രദ്ധിച്ചത്. നല്ല ആ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ, ലക്ഷണമുള്ള കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ സ്വാഭാവികമായും നമ്മളും ചോദിക്കില്ലോ, നല്ല പരിചയമുള്ള ഒരാളുടെ കൂടെ പരിചയമില്ലാത്ത 2 തേജസ്വികൾ. അപ്പൊ ചോദിച്ചു ജനകൻ, മഹർഷീശ്വര, മുനീശ്വര, ആരാണ് അങ്ങയുടെ കൂടെയുള്ള ദേവതുല്യരായ ഈ കുമാരന്മാർ? കണ്ടിട്ട് കണ്ണെടുക്കാൻ പോലും തോന്നാത്ത തരത്തിൽ തേജസ്വികളായിട്ടുള്ള മൃഗേന്ദ്രന്റെയും മതയാനയുടെയും വമ്പുള്ള ഈ യുവാക്കന്മാർ ആരാണിവർ? ഇവരെ കണ്ടാൽ ശാർദൂല വിക്രമശാലികളെ പോലെ, നല്ല പുലികളെ പോലെയാണല്ലോ തോന്നുന്നത്. തണ്ടാരികൾ പോലെ വിശാല നേത്രങ്ങളുള്ള ഈ 2 കുമാരന്മാരും ആരാണ് എന്ന് ചോദിച്ചു. ഇവരെ കണ്ടാൽ അശ്വനീ ദേവന്മാരെ പോലെ ഉണ്ടല്ലോ, സൂര്യചന്ദ്രന്മാർ മനുഷ്യരൂപമെടുത്തതുപോലെ ഉണ്ടല്ലോ, ആരാണിവർ? വിശാല നേത്രങ്ങളോട് കൂടിയ ആ സുകുമാര ശരീരത്തോട് കൂടിയിട്ടുള്ള ഈ സുന്ദരന്മാർ ആരെന്ന് എന്നോടൊന്ന് പറയൂ. കയ്യിൽ വാള്, വില്ല്, ആവനാഴി ഇവയെല്ലാം ധരിച്ച് യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന ഈ സുകുമാര ശരീരികൾ ആരെന്ന് എന്നോടൊന്ന് പറയൂ. ഇവരെ കണ്ടാൽ ഏതോ കാരണം കൊണ്ട് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദേവന്മാരെ പോലെ ഉണ്ടല്ലോ, ആരാണ് ഇവർ എന്നോടൊന്ന് പറയൂ. സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് പോകുന്നതാണോ? ഈ മിഥിലാരാജ്യത്തെ പ്രശോഭിപ്പിക്കുന്ന ഈ കുമാരന്മാർ ആരെന്നൊന്ന് പറയൂ. ചോദിക്കുന്നത് ആരാ? ജനകൻ. ജനകൻ ആരാ? വിദ്വൽ സഭയിലെ മുഖ്യൻ, വൈദിക തത്വങ്ങളെ കാച്ചിക്കുറിക്ക് പഠിച്ചവൻ, വലിയ തത്വജ്ഞാനി. ഈ ജനകന്റെ സദസ്സിലാണ് യാജ്ഞവൽക്യനും ഗാർഗിയും ഒക്കെ വന്ന് തത്വപ്രവചനം നടത്തുന്നത്. അത്ര വിദ്വൽ സഭയിൽ മുഖ്യനായിട്ടുള്ള ജനകൻ, ആ ജനകൻ ചോദിക്കുകയാണ് ഒരൊറ്റ ശ്വാസത്തിൽ, ഈ മിഥിലാപുരിയെ ഇതുപോലെ ശോഭിപ്പിക്കുന്ന ഈ കുമാരന്മാർ, ഒരേ വലിപ്പം, ഒരേ രൂപം, എന്തൊരു യോജിപ്പാണ് ഇവരെ കാണാൻ. ദുർഗമങ്ങളായ പാതകൾ താണ്ടി ഇവർ എങ്ങനെയാണ് ഇവിടെ വന്നത്? എന്തിനാണ് വന്നത്? ഇവർ ആരാണ്? ആരുടെ പുത്രന്മാരാണ്? ഏത് രാജ്യത്ത് നിന്ന് വരുന്നു? ഒക്കെ വിശദമായി പറഞ്ഞു. എന്തൊരു സന്തോഷാന്നറിയോ ജനകൻ ആ കുഞ്ഞുങ്ങളെ കണ്ടത്. അങ്ങനെ സന്തോഷത്തോടെ ചോദിച്ച ചോദ്യങ്ങൾ കേട്ട് ധീമാനായ വിശ്വാമിത്രൻ പറഞ്ഞു, ഇദ്ദേഹം സാക്ഷാൽ ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാരായ ദാശരഥിമാരാണ് ഈ വന്നു ചേർന്ന 2 പേര്. ഞാൻ ഇവരെ ഒന്ന് ശരിക്കും പരിചയപ്പെടുത്തി തരാം. അതിനവർ ചെയ്ത മഹാകൃത്യങ്ങൾ മതി. അങ്ങനെ പ്രൊഫൈൽ ഉണ്ടല്ലോ, നമ്മളൊരു പ്രൊഫൈൽ റെസ്യൂമൊക്കെ തയ്യാറാക്കില്ലേ, അതിന് നമ്മുടെ നെറ്റിയിലൊരു എന്താ പറയുക, ഒരു മുറിവുണ്ട്, ഇതൊന്നും അല്ലല്ലോ. ഏറ്റവും നന്നായി വിജയിച്ച ഗാഥകളല്ലേ ഒരു റെസ്യൂമിൽ വായിക്കുമ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ ഉണ്ടാവണം. അതുപോലെ ഒരു റെസ്യൂമാണ്. ഇവർ ദശരഥ പുത്രന്മാരാണ്, വില്ലാളി വീരന്മാരാണ്, വേദാംഗ ശാസ്ത്ര പാരംഗതന്മാരാണ്, അസ്ത്രശസ്ത്രാദി രഥങ്ങളെല്ലാം പഠിച്ചവരാണ്. മാത്രമല്ല എൻ്റെ കൂടെ പോകുന്നതിന് ശേഷമുള്ളത് മാത്രം ഞാൻ പറയാം. എൻ്റെ അറിവ് ഞാൻ പറയുകയാണെങ്കിൽ, ഒന്നാമത് മഹായക്ഷിണി 1000 ആനകളുടെ ശക്തിയുള്ള താടകയെ വധിച്ചവരാണ്. മാരീചനും സുബാഹുവും തുടങ്ങി ആ രാക്ഷസന്മാരെ വധിച്ചും ഓടിച്ചും എൻ്റെ യാഗം സംരക്ഷിച്ചവരാണ്. പോരാ, മുഖ്യമായത് ഞാൻ പറഞ്ഞില്ല, അഹല്യാദേവിക്ക് മോക്ഷം കൊടുത്ത ശ്രീരാമചന്ദ്രനാണ് ഈ നിൽക്കുന്നത്. ഇങ്ങനെ വിസ്തരിച്ചു പറഞ്ഞു. ഈ സമയത്താണ് തൊട്ടടുത്ത് നിന്ന് കണ്ണുകൾ നിറഞ്ഞ് ശതാനന്ദൻ അടുത്തു വന്ന് ഉടനെ തന്നെ ചോദിച്ചു, മഹർഷേ, സത്യമാണോ? എൻ്റെ അമ്മയ്ക്ക് മോക്ഷം കിട്ടിയോ?
എൻ്റെ അമ്മ എൻ്റെ അച്ഛനോട് കൂടെ ചേർന്നോ? കൊടും തപസാർന്ന യശസാർജിച്ച എൻ്റെ അമ്മയെ രാജകുമാരനായ ഈ രാമന് അങ്ങ് കാണിച്ചു കൊടുത്തുവോ? സർവദേഹങ്ങളിലും പൂജ്യനായ രാമനെ എൻ്റെ അമ്മ വനവിഭവങ്ങൾ കൊണ്ട് പൂജിച്ചില്ലേ? ചോദിക്കണേ, ശ്രദ്ധിക്കണേ. ഒരു മകൻ എത്ര വലിയ സന്യാസിയാണെങ്കിലും ആദ്യം ചോദിക്കാരെ പറ്റിയ അമ്മ. ഒരു വൈദിക വിദ്യാഭ്യാസമാണ് നമ്മുടെ ആദ്യം വിശേഷം ചോദിക്കേണ്ടത് അമ്മയെ കുറിച്ചാണ്. അമ്മയ്ക്ക് സുഖല്ലേ എന്നാണ് ആദ്യത്തെ ചോദ്യം. മാതാ പിതാ. സ്വാഭാവികമായും അടുത്ത ചോദ്യം ആരെ കുറിച്ചിട്ടാ? എൻ്റെ അമ്മയോട് ആ ദേവേന്ദ്രൻ ചെയ്ത ദുഷ്ടപ്രവൃത്തിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തില്ലേ അന്ന്? എൻ്റെ അമ്മയെ വല്ലാതെ വഴിതെറ്റിച്ച് കളഞ്ഞ ആ കഥകളൊക്കെ മുനിവരിയ അങ്ങ് പറഞ്ഞു കൊടുത്തില്ലേ? ശ്രീരാമ സന്ദർശനത്താൽ എൻ്റെ അമ്മ എൻ്റെ ഗുരുവര്യനായ പിതാവിനോട് ചേർന്നില്ലേ? അച്ഛനെ കുറിച്ചാണ്. അച്ഛൻ വന്നില്ലേ ആ സമയത്ത്? ഗാന്ധീനന്ദന, എന്താ വിളിച്ചേ? ഗാന്ധീനന്ദനൻ. ഗാന്ധി ആരാ? വിശ്വാമിത്രന്റെ അച്ഛൻ. അച്ഛന്റെ പേര് കൂട്ടി മഹത്തരമായ കർമ്മം ചെയ്തവരെ വിളിക്കുകയാണ് ഹേ ഗാന്ധീനന്ദന. എൻ്റെ അച്ഛൻ രാമനെ യഥാവിധി പൂജിച്ചില്ലേ? ഒരു മകൻ കഴിഞ്ഞുപോയ ആ കാലത്തെ വീഴ്ചകളും കാഴ്ചകളും അറിവുകളും വെച്ച് എൻ്റെ അമ്മയ്ക്ക് അച്ഛന് സുഖല്ലേ? അതുകൊണ്ട് ആ മഹാനുഭാവനായ അച്ഛൻ്റെ പൂജ ഈ തേജസ്വി രാമൻ സ്വീകരിച്ചില്ലേ? ശാന്തമൂർത്തിയായ എൻ്റെ അച്ഛനെ രാമൻ സശ്രദ്ധം വണങ്ങിയില്ലേ? രാമൻ ചെയ്യേണ്ടത്, അച്ഛൻ ചെയ്യേണ്ടത്, അമ്മ ചെയ്യേണ്ടത്, ഇതൊക്കെ ചോദിച്ചു. ശതാനന്ദ ബ്രഹ്മർഷിയുടെ വാക്കുകൾ കേട്ട വിശ്വാമിത്രൻ ഉടനെ പറഞ്ഞു എല്ലാം ശുഭകരമാണ്. എന്നിട്ട് പറഞ്ഞു ഉപമ ശ്രദ്ധിക്കണേ. രേണുക ജമദഗ്നിയോട് ചേർന്നതുപോലെ നിന്റെ അമ്മയും അച്ഛനോട് ചേർന്നു. രേണുക ചെയ്തതും തത്തുല്യമായൊരു കുറ്റമാണ്. ഏതുപോലെയാ ചേർന്നേ? പരശുരാമന്റെ അമ്മയായ രേണുകാദേവി അച്ഛനായ ജമദഗ്നിയോട് ചെയ്ത എന്തോ ഒരു കുഴപ്പത്തിന്റെ പേരിലാണ് തപസ് ചെയ്ത് ഇന്ദ്രിയങ്ങളെ കീഴടക്കി നിയന്ത്രിക്കേണ്ടവൾ ഗന്ധർവ സ്ത്രീകളും പുരുഷന്മാരും ജലക്രീഡ നടത്തുന്നിടത്ത് നോക്കി നിന്നു എന്നൊരു ക്രിമിനൽ കുറ്റം ചെയ്തു. അച്ഛനായ ജമദഗ്നി തപസ് ചെയ്ത തന്റെ ഭാര്യയോട് ചെയ്യരുതാത്തത് ചെയ്തു. കാരണം ഇന്ദ്രിയ നിഗ്രഹം ചെയ്യേണ്ടവർ, ആ നിഗ്രഹിച്ച് ജിതേന്ദ്രിയരായി ജീവിക്കേണ്ടവർ, ജിതേന്ദ്രിയരായി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു വ്രതം ദീക്ഷിച്ചവർ, അല്ലാത്തവർക്ക് എന്തും ചെയ്യട്ടെ. ഈ വ്രതം ദീക്ഷിച്ചവർ വഴിതെറ്റിയാൽ മകനായ പരശുരാമനോട് പറഞ്ഞു അമ്മയെ കൊല്ലു എന്ന്. അച്ഛന്റെ വാക്ക് പാലിക്കാൻ സാക്ഷാൽ പരശുരാമന് ഒരു മടിയും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണേ, ജീവിപ്പിക്കാൻ കെൽപ്പുള്ളവനാ കൊന്നതുകൊണ്ടുകൂടി മനസ്സിലാക്കണം. കൊന്നവന് ജീവൻ കൊടുക്കാനുള്ള കഴിവുണ്ട്. നമുക്കോ ഒരു കഴിവുമില്ല. ജീവൻ കൊടുക്കൽ പോയിട്ട് ജീവൻ രക്ഷിക്കാൻ പോലും പറ്റാത്തവരാണ് പലരും. നമ്മൾ ഒക്കെ ഞാൻ ശരിയാക്കി തരാം എന്നൊരു ഡോക്ടർ പറയുമ്പോൾ മുകളിൽ ഇരുന്നൊരാള് ചിരിക്കുണ്ടാവും. ആര് ശരിയാക്കണം? ഒരാളെ കൊണ്ടും ശങ്കരാചാര്യ പറയും ഒരു സെക്കൻഡ് ആയുസ് കൂട്ടാനോ കുറയ്ക്കാനോ ഈശ്വരന് പോലും സാധ്യമല്ല. അപ്പോഴാണ് MBBS കഴിഞ്ഞാൽ പറയണത് ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന്. MD കഴിഞ്ഞാൽ പറയാൻ വഴിയില്ല. നല്ലോണം ഈശ്വരനെ വിചാരിച്ചോളൂ എന്ന് പറയും. കാരണം തല ഒന്ന് മാറി. തപസ്സിൽ മുഖ്യത്വം നേടുമ്പോൾ ജീവിതത്തിൽ പരമമായ സത്യം ഉള്ളിൽ വരും. ആരംഭം അതെന്തല്ലേ, കരാട്ടെയൊക്കെ പഠിക്കാൻ പോയവര് ആദ്യത്തെ 2 ബെൽറ്റ് കിട്ടും, എല്ലാവരും കയറിയിരിക്കും. ഇനിയോ ആ ബ്ലാക്ക് ബെൽറ്റും കഴിഞ്ഞ് അതിന്റെ ഓരോ ഗ്രേഡ് കൂടുമ്പോ പറയേ അയ്യോ എനിക്ക് പാടി ഇടിക്കാനൊന്നും പറ്റില്ല കേട്ടോ എന്ന് പറയും. എന്തേ? അതിങ്ങനെയാണത്.
MBBS കഴിയുമ്പോൾ എല്ലാം ശരിയാക്കി തരാന്ന് പറയും. ആ രോഗമൊക്കെ ഞാൻ മാറ്റി തരാം. അങ്ങോട്ട് നീങ്ങി നീങ്ങി പോകും തോറും പറയും, ഒന്നും നമ്മുടെ കയ്യിലല്ല, നല്ല പ്രാർത്ഥന വേണം, അടുത്ത ക്ഷേത്രം ഉണ്ടോ, പള്ളി ഉണ്ടോ, എന്നും പൊക്കോളൂ, അങ്ങനെ ആ ഭഗവാൻ രക്ഷിക്കണം. ഇത് പറയാനാണോ അപ്പൊ ഈ MD കഴിഞ്ഞത്? പരമമായ സത്യം ഒന്നേ ഉള്ളൂ എന്ന് ആ മഹാനുഭാവന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് ജീവിതത്തിൽ കരുത്തോടുകൂടി തപസ്സോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ചിരന്തന സത്യം വെളിപ്പെടും. അതാരും പഠിപ്പിക്കൊന്നും വേണ്ട, അതങ്ങനെ പഠിച്ചോളും. അതുകൊണ്ട് ശതാനന്ദൻ അമ്മയ്ക്ക് സുഖം അച്ഛനോട് ചേർന്നു എന്ന് കേട്ടപ്പോ സന്തോഷം. ഇത് കേട്ടപ്പോ ശതാനന്ദന്റെ ഒരു പറച്ചിലുണ്ട് രാമനോട്, രാമ, ഈ നരശ്രേഷ്ഠൻ ആരാണെന്ന് അറിയോ? ശരിക്കും ആരുടെ കൂടെയാണ് 10 ദിവസം ജീവിച്ചതെന്ന് അറിയാമോ? ജീവിതത്തിൽ ഒരിക്കലും പരാജയം സംഭവിക്കാത്ത വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയാണ് വിശ്വാമിത്രൻ. തോൽക്കാത്തവനാ. അപ്പൊ തോൽക്കാത്തവന്റെ ചരിത്രം കൂടി ഒന്ന് പഠിക്കണ്ടേ? അങ്ങനെ വിശ്വാമിത്ര ചരിതം പറഞ്ഞു കൊടുക്കുക. ചരിതം വളരെ ബൃഹത്താണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തേക്ക് അതിൽ നിന്ന് ഒരു ചാട്ടം ചാടാം. കാരണം അത് പറയാൻ ദീർഘസമയം വേണം. ഏതായാലും ക്ഷത്രിയ രാജാവായ വിശ്വാമിത്രൻ തപസ് ചെയ്ത ബ്രഹ്മർഷിയായ വസിഷ്ഠനോട് തോറ്റ്. ക്ഷാത്രവീര്യത്തെക്കാളും വലുതാണ് ബ്രഹ്മ തേജസ് എന്ന ആ സത്യം മനസ്സിലാക്കി രാജ്യവും രാജകൊട്ടാരവും സമ്പത്തും സുഖവും അധികാരവും എല്ലാം മക്കളെ ഏൽപ്പിച്ച് ബ്രഹ്മ തേജസിന്റെ ശക്തി മനസ്സിലാക്കി അദ്ദേഹം തപം ചെയ്ത് ബ്രഹ്മർഷിയായി തീർന്ന ഐതിഹാസികമായ ചരിത്രമാണ് അദ്ദേഹത്തിന്റെ. ഈ വിശ്വാമിത്രൻ ഈ തപസ് ചെയ്ത് പോകുമ്പോൾ പലയിടങ്ങളിലും വീണുപോയി. 10 കൊല്ലമാണ് മേനകയോടൊപ്പം വീണുപോയത്. നോക്കണേ, അതുകൊണ്ടാണ് ദുർവാസാവും മേനകയെയും കുറിച്ച്, വിശ്വാമിത്രനും മേനകയെയും കുറിച്ച് നമ്മൾ പറയാറുള്ളത്. നമ്മൾ ഏത് ദേവകാര്യം ചെയ്യുമ്പോഴും ആ ദേവകാര്യം മുടക്കുവാൻ പലരും ശ്രമിക്കും. ഒരു കുഞ്ഞ് വിദ്യാകാര്യം ദേവകാര്യമാണല്ലോ. പഠിക്കാൻ ഒരുങ്ങുന്ന ഒരു കുഞ്ഞ് പഠിക്കാനിരിക്കുമ്പോൾ അവരെ അല്ലെങ്കിൽ അവനെ പ്രലോഭിപ്പിക്കുന്ന പലതും സമൂഹത്തിലുണ്ടാകും. ഈ സത്യമാണ് വിശ്വാമിത്രന്റെ ജീവിതത്തിൽ. അതുകൊണ്ട് മേനകയോടൊപ്പം അതിലങ്ങ് മയങ്ങിപ്പോയി. ഇത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഈ മനുഷ്യൻ ഒരു സ്വയം വിശകലനം ചെയ്യുന്നുണ്ട്. കഷ്ടം കഷ്ടം, ഞാൻ ഇതിനാണോ ഈ തപസ് ചെയ്തത്? അവിടുന്ന് വർദ്ധിത വീര്യത്തിൽ മേനകയെ പറഞ്ഞയച്ചു. മേനകയുടെ മുന്നിൽ അഗ്നിജ്വാല പോലെ ആളുന്ന ക്രോധം കാണിക്കുന്ന വിശ്വാമിത്രന്റെ മുന്നിൽ താണ് മേനക തൊഴുതു നിൽക്കുമ്പോ മേനകയോട് പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ തെറ്റല്ലല്ലോ, എന്റെ തെറ്റല്ലേ, ഞാനല്ലേ ശരിയാവേണ്ടത്, നീ പോയിക്കോളൂ. സ്വയം തന്റെ തെറ്റ് ബോധി ഈ സറണ്ടർ, ഈ സമർപ്പണം തന്നെ മുന്നോട്ട് പോകാൻ ഒറ്റ വഴിയുള്ളൂ. അവനവന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ 100% സറണ്ടർ ആവുക. ന്യായീകരിക്കാൻ ഒരു നുണ പറഞ്ഞാൽ ആ നുണ ശരിയാക്കാൻ അടുത്ത നുണ പറയണം. പിന്നെ അത് ശരിയാക്കാനോ അടുത്തത്. ഭീരുവാണ് നുണ പറയുക. എങ്ങനെ? ഭീരുവിന്റെ ലക്ഷണമാണ് നുണ പറച്ചിൽ. ധീരന്റെ ലക്ഷണമാണ് സത്യം പറയുക എന്നുള്ളത്. സത്യം പറയാൻ കുറച്ച് ധീരത വേണം. ഒരു കാര്യം ചോദിച്ചു, ഞാനൊന്ന് സത്യം ഞാനൊന്ന് ആലോചിച്ച് പറയട്ടെ. സത്യം ആലോചിച്ച് പറയേണ്ട കാര്യമാണോ? എന്തിനാ ആലോചിക്കുന്നേ? നുണ പറയാനാ? നുണ പറയാനല്ലേ ആലോചിക്കണ്ടു. സത്യം പറയാൻ ആലോചിക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഇദ്ദേഹം മേനകയോട് പറഞ്ഞു, നീ പൊക്കോളൂ. ഇത് കഴിഞ്ഞ് വീണ്ടും തപസ് ചെയ്തു, വീണ്ടും എഴുതി, വീണ്ടും എഴുതി, വീണ്ടും എഴുതി. ഇങ്ങനെ പരീക്ഷ കേട്ടോ, ഒരിക്കൽ തോറ്റ് ഫസ്റ്റ് സെമസ്റ്റർ പോയി, പോട്ടെ, സെക്കൻഡ്, തേർഡ്, അങ്ങനെ പോയപ്പോഴാണ് രംഭ അടുത്ത. ഇന്ദ്രൻ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഇന്ദ്രൻ ഓരോരുത്തരെ പറഞ്ഞു. രംഭ വന്നപ്പോ അവിടെ ഇദ്ദേഹം വിജയിച്ചു. രംഭയെ ശപിച്ച് ശിലയാക്കി തീർത്തു. ആകെ ഒരു ശാപമേ ശിലയുള്ളൂ രാമായണത്തിൽ, അത് രംഭയാ, അഹല്യയല്ല. ഇവിടെ ശിലയുണ്ട്. ശിലാഭൂത്വ
അവിടെ വാദഭക്ഷയാണെങ്കിൽ ഇവിടെ ശിലാഭൂത്വമാണ്, രംഭ ശിലയായി. ഇവിടെ വിജയിച്ച് 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 മുന്നേറിയ വിശ്വാമിത്രന്റെ ചരിതം നല്ല പോലെ പറഞ്ഞു കൊടുത്തു. ആ ചരിതമെല്ലാം കേട്ടു. അങ്ങനെ അവസാനം ഒരു രക്ഷയുമില്ലാതെ വന്നപ്പോഴാണ് ബ്രഹ്മർഷി പദവി കൊടുക്കേണ്ടി വന്നു ബ്രഹ്മാവിന്. ആ മുതല രാമ ഈ കൂടെ നിൽക്കണ വിശ്വാമിത്ര. അങ്ങനെ വിശ്വാമിത്ര ചരിതം കഴിഞ്ഞു. അപ്പോഴാണ് പിറ്റേ ദിവസം മിഥിലയിലേക്ക് ചെന്ന കാര്യം ജനകനോട് പറഞ്ഞു. ഈ ഒരു ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കൃത്യം ഒരു 25 മിനിറ്റ്, അത് കഴിഞ്ഞാൽ ദീപാരാധന. ശ്രീരാമചന്ദ്രനെ കൊണ്ടുവന്ന കാര്യം ഒറ്റ കാര്യമുള്ളൂ. ആ കാര്യം ഇതാണ്: ആ പള്ളിവില്ലുണ്ടല്ലോ,